സ്ഥാനാർത്ഥിയുടെ അണികളൊക്കെ ഇവിടെ നേരത്തെ നിൽപ്പുണ്ട് കേട്ടോ. നമ്മുടെ 2 മെമ്പർമാരുണ്ടല്ലോ. അയ്യകുന്നിലെ കഴിഞ്ഞ 5 വർഷത്തെ മെമ്പർമാരൊക്കെ ഉണ്ട്. മെമ്പറെ നമസ്കാരം. നമസ്കാരം. അങ്ങനെ ദാസനും വിജയനും നിങ്ങളുടെ ചരൽ വാർഡിൽ എത്തിയിരിക്കുകയാണ്. ഓക്കെ, വളരെ സന്തോഷം. പ്രചരണങ്ങളൊക്കെ അടിപൊളിയാണല്ലേ? അടിപൊളിയാണ്. എവിടെ നമ്മുടെ സ്ഥാനാർത്ഥി എവിടെ? സ്ഥാനാർത്ഥി ഇപ്പൊ ഇവിടെ വരും. ഇവിടെ വരും. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നോക്കി അങ്ങ് ഇരിക്കുകയാണ്. സ്ഥാനാർത്ഥിയുടെ കൂട്ടത്തിൽ ഞങ്ങൾ പോകാൻ വേണ്ടി ഞങ്ങളും ചരൽ വാർഡിലെ മെമ്പറും. മെമ്പറെ എന്നാണ്ട് വിശേഷം? ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ വരുവാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു. 5 വർഷം മുമ്പ് ഇവിടുന്ന് തകർത്ത് ജയിച്ചു പോയ ആളാണ് അല്ലേ? ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയെ ഗംഭീരമായിട്ട് വിജയിപ്പിക്കും. ഞങ്ങളുടെ നാട് മുഴുവൻ അറിയുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ നാടിന്റെ മുക്കും മൂലയും ഞങ്ങളുടെ സ്ഥാനാർത്ഥി അറിയാത്തവരും ഞങ്ങളുടെ നാട്ടിൽ ഇല്ലെന്നുള്ളതാണ്. എന്നാ പിന്നെ പുള്ളി അങ്ങ് ഏകപക്ഷീയമായിട്ട് അങ്ങ് ജയിപ്പിച്ചാ പോരെ? പക്ഷേ ജനാധിപത്യമാകുമ്പോ അല്ലേ? ജനാധിപത്യമാകുമ്പോ മത്സരം വേണം. മത്സരത്തോടെ അപ്പൊ ആ മത്സര വിവരങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി അറിയേണ്ടത്. അപ്പോ ഇവിടുത്തെ ഒരു സിംഹ സ്ഥാനാർത്ഥി മെമ്പറൊക്കെ ആയിരുന്നു. അപ്പൊ ഇനി വരുന്നതും ഒരു സിംഹക്കുട്ടി തന്നെയാണോ നമുക്ക് നോക്കാം. 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കാരാണ് നിൽക്കുന്നത്. അതാണ് കഴിഞ്ഞ പ്രാവശ്യം മെമ്പർ, ഞാൻ ഇവിടുത്തെ മെമ്പറാണ്. അത് കഴിഞ്ഞിട്ടാണ് സിന്ധു. അടുത്ത ആളെ ജയിപ്പിക്കാൻ നിങ്ങൾ ഇറങ്ങിക്കണം. ഇത് ഒരു മെമ്പറിന്റെ ഹസ്ബൻഡാണ്. അപ്പൊ വിജയ ഇത് സ്ഥലം വേറെയാണ്. വേറെ നമ്മളൊന്നും ചോദിക്കണ്ട. ഒന്നും നോക്കണ്ട. അങ്ങനെ നമ്മൾ സ്ഥാനാർത്ഥിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ബിജു മിൽമ എന്നാണ് ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ അറിയുന്ന ആളുടെ പേര്. ഒഫീഷ്യൽ നെയിം ബിജു ജോസഫ്. അപ്പോൾ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ദാസനും വിജയനോടൊപ്പം ഉള്ളത്. വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. ആദ്യം തന്നെ നമസ്കാരം. എല്ലാവിധ ആശംസകളും ദാസനും വിജയനും നേരുകയാണ്. ഇലക്ഷൻ വീട് കയറിയുള്ള പ്രചരണം കൊഴുത്തുകൊണ്ടിരിക്കുകയാണ്. എവിടെ വരെയായി നമ്മുടെ പ്രചരണത്തിന്റെ ഒരു യാത്ര? ആദ്യവട്ടം തീരും. പിന്നെ 2ാം വട്ടം ഇനി നാളെ തൊട്ട് തുടങ്ങുവാണ്. ഒരു എനർജി കുറവുണ്ടോ? ക്ഷീണമൊക്കെ ഉണ്ടോ? ക്ഷീണമൊന്നുമില്ല. അങ്ങനെ അടിപൊളി. അപ്പോൾ വിജയ ക്ഷീണമൊന്നുമില്ല, നല്ല ഉഷാറായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. എന്താണ് വിജയന് ചോദിക്കാനുള്ളത്? അല്ല, സ്ഥാനാർത്ഥി പറഞ്ഞ പോലെ മിൽമ ബിജു അങ്ങനെ അറിയപ്പെടുന്നതല്ല. നാട്ടുകാർക്കുമായിട്ട് ഭയങ്കര ഒരു കണക്ഷനുള്ള ആളാകുമെന്ന് നമുക്ക് ഈ പ്രദേശം മുഴുവൻ കാർഷിക മേഖലയാണ്, പ്രത്യേകിച്ച് ക്ഷീരകർഷകരുടെ മേഖലയാണ്. ആ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ ആക്റ്റീവായ ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബിജു പ്രവർത്തന രംഗത്തേക്ക് വന്നിട്ട് രാഷ്ട്രീയത്തിലോട്ട് വന്നിട്ട് എത്ര നാളായി? എങ്ങനെയാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനവും ഈ സൊസൈറ്റിയുമായുള്ള ജോലികളൊക്കെ പോകുന്നതെന്ന് ഒന്ന് പറയാൻ പറ്റുമോ? സ്കൂളിൽ പഠിച്ചപ്പം KSVയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അതിൽ നിന്ന് പിന്നെ മിൽമയുടെ ചെറിയൊരു പണി കിട്ടി ഇവിടെ ചരലിൽ തന്നെ. അന്നേരം സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് പോകും. പിന്നെ ഇവിടെ ഇതിൻ്റെ പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് മെമ്പറൊക്കെ ബെന്നിച്ചേട്ടനുണ്ടായിരുന്നു. ബെന്നിച്ചേട്ടനും ഞങ്ങളും ഒന്നിച്ചായിരുന്നു ഈ രാഷ്ട്രീയമായ പൊതുപ്രവർത്തനം നടത്തിയത്. അവിടുന്ന് പുള്ളി കാണിച്ചെന്ന ഒരു പാത അത് പിന്തുടർന്ന് വന്നു മാത്രമേ ഉള്ളൂ. ഇപ്പം ഇലക്ഷൻ ഇങ്ങനെ കൊഴുത്തുകൊണ്ടിരിക്കുകയാണ്. അയ്യൻകുന്ന് പഞ്ചായത്ത് ഒരു മലയോര മേഖലയാണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മണ്ഡലത്തെ, ഈ വാർഡിനെ കുറിച്ച് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഇനി വേണ്ടത് എന്നുള്ളത് ബിജുവേട്ടൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? റോഡുകൾ കുറച്ച് നമ്മളിപ്പം കോൺക്രീറ്റ് ചെയ്യാനും കുറച്ചുണ്ട്. പുതിയ റോഡുകൾ വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ ഗതാഗത യോഗ്യമാക്കുന്ന രീതിയിലുള്ള റോഡുകളാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ പാർപ്പിടം, കുടിവെള്ളം എന്നിവയൊക്കെയാണ്. കാർഷിക മേഖല, വന്യജീവി ശല്യം, ഇതൊക്കെ ഇതിനകത്ത്. ഈ സൊസൈറ്റിയുമായിട്ട് ഏറ്റവും അടുത്ത്, ക്ഷീരകർഷകരുമായിട്ട് ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെന്ന നിലയിൽ അവരുടെ വിഷമങ്ങളും അവരുടെ ദുരിതങ്ങളും ഒക്കെ നേരിട്ടറിയാമെന്നുള്ളൊരു വ്യക്തിയിൽ അവർക്ക് മാത്രമായിട്ട് എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ? ക്ഷീരകർഷകർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്, ഒന്ന് അവർക്ക് ഇൻസെൻറ്റീവായിട്ട് കൊടുക്കാൻ ചില പഞ്ചായത്ത് വഴി 12 മാസവും ഇൻസെൻറ്റീവ് കൊടുത്ത് 3 രൂപ വെച്ചാണ് ഇൻസെൻറ്റീവ് കൊടുക്കുന്നത്. അത് 12 മാസമാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ അത്രയും അവർക്കൊരു ഉപകാരമാണ്. ചില ഈ പാല് കൊണ്ട് ഇപ്പം നമ്മളിപ്പം ഈ മിൽമയ്ക്ക് കൊടുത്ത് കർഷകർക്ക്
എന്ത് ചെയ്താലും ആ വില കൊടുത്തിട്ട് കാര്യമില്ല. അവർക്ക് ഒരു പഞ്ചായത്തിൻ്റെ സബ്സിഡി ഒരു 12 മാസവും കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും ഉപകാരപ്രദമാണ്. എത്ര മാസമാണ് അവർക്ക് സബ്സിഡി കൊടുക്കുന്നത്? അവർക്കിപ്പം ഒക്ടോബർ ഒരു 4-6 മാസം വരെയാണ് കൊടുക്കുന്നത്. അത് 12 ഉയർത്താനുള്ള ശ്രമങ്ങൾ മെമ്പർ ജയിച്ചു വന്നാൽ നടത്തുമെന്നാണ് പറയുന്നത് അല്ലേ? പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു പശുക്കളെ അവർക്ക് ഒരു സബ്സിഡി ഇനത്തിൽ പശുക്കൾ കൊടുക്കാനും, പിന്നെ കാലിത്തീറ്റ ഇപ്പോൾ ഒരു 6-7 ലക്ഷം രൂപയാണ്ടാണ് കാലിത്തീറ്റയ്ക്ക് കൊടുക്കുന്നത്. അത് കുറച്ചുകൊണ്ട് സബ്സിഡി ഇനത്തിൽ കാലിത്തീറ്റ ഒരു 6 മാസമോ അല്ലെങ്കിൽ ഏതാണ്ട് ഒരു 8 മാസമെങ്കിലും സബ്സിഡി ഇനത്തിൽ എല്ലാ മാസവും കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു ഉപകാരമാണ് കർഷകർക്ക്. അപ്പോൾ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ, ക്ഷീര കർഷകന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനുള്ള പദ്ധതികൾ മനസ്സിൽ വിഭാവനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ദാസ, നമ്മുടെ ഈ മേഖല എന്ന് പറഞ്ഞാൽ മലയോരത്തോട് വനത്തോടൊക്കെ ചേർന്ന് കിടക്കുന്ന മേഖലയാണ്. വന്യജീവി ശല്യം രൂക്ഷമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വന്യജീവി ശല്യമൊക്കെ തടയാൻ വേണ്ടിയിട്ട് ബിജുവേട്ടൻ്റെ ഒരു പ്ലാനിങ്ങിൽ എന്തെങ്കിലും ഉണ്ടോ? കാട്ടുപന്നിയെ പിടിക്കാൻ പറ്റുന്ന എല്ലാ എന്നാ പറയുക, കർഷകർക്ക് തന്നെ പിടിച്ച് അതിനെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. ഞാൻ പറയുമ്പം ഭയങ്കര ട്രോൾ ഓടിയ ഒരു സംഭവം എനിക്ക് വേഗം ഓർമ്മ വന്നു. നമ്മുടെ MLA സണ്ണി ജോസഫ് MLA ഒരു മണ്ണെണ്ണയല്ല, മണ്ണെണ്ണയ്ക്ക് വേറെ വെളിച്ചെണ്ണ പറഞ്ഞ് ഭയങ്കര ട്രോളായിരുന്നു. ഒരു സോഷ്യൽ മീഡിയ അടക്കം ഭയങ്കര ട്രോളായിരുന്നു. അപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പം ഈ വീട് കയറിയുള്ള പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട് കയറിയുള്ള പ്രചരണത്തെക്കാൾ അപ്പുറം നമ്മൾ ഇപ്പം സോഷ്യൽ മീഡിയകളിലുള്ള പ്രചരണം വളരെ ശക്തമാണ്. അത് സോഷ്യൽ മീഡിയകളിൽ ഒത്തിരി ട്രോളിങ് വരുന്നുണ്ട്. ട്രോളുകളൊക്കെ കാണാറുണ്ടോ? ട്രോളുകൾ എൻജോയ് ചെയ്യാറുണ്ടോ? എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണത്തെ നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് പറയാമോ? ഇപ്പം ഇലക്ഷൻ്റെ തിരക്കാണ്. എന്നിരുന്നാൽ തന്നെ ഈ നമ്മളത് ഈ ഓരോരുത്തർ ട്രോൾ ഇടുമ്പം അത് കണ്ട് ആസ്വദിക്കലുണ്ട്. പിന്നെ അതിൽ കൂടുതൽ നമ്മൾ ട്രോൾ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ നമ്മളങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. അതാണ് അതിൻ്റെ രസം. സ്ഥാനാർത്ഥിക്കാണെങ്കിൽ പോലും പുള്ളി വളരെ ഗ്രാമീണതയുടെ ഒരു നിഷ്കളങ്കതയുള്ള ഒരു മനുഷ്യനെ പോലെ നമ്മളോട് പോലും ഒരു അഭിമുഖീകരണം ഇത് വേറെ പോകുന്നു. പക്ഷേ ആൾക്കാരുമായിട്ട് ഒത്തിരി ബന്ധമുള്ള ആളാണ്. അതായത് ഈ ഞാൻ പറഞ്ഞില്ലേ, മുമ്പ് പറഞ്ഞ പോലെ തന്നെ ക്ഷീരകർഷകരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അവരുടെ എല്ലാ വേദനകളും അറിയുന്ന ആളാണ്. പിന്നെ ഈ മത്സര ഫീൽഡിലോട്ട് പൊതുപ്രവർത്തനത്തിലോട്ട് ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്നുള്ള നിങ്ങൾക്ക് കിട്ടുന്ന ആ സപ്പോർട്ട് എങ്ങനെയാണ്? വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത്. എന്നിരുന്നാലും മത്സരരംഗത്തോട്ട് വരണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഇപ്പോൾ സംസാരിച്ച് വരുന്നവർ എല്ലാവർക്കും ആ ഒരു വീട്ടുകാരെ പലരും സപ്പോർട്ടാണ് എങ്കിൽ പോലും അവരെ മുഴുവൻ സമയം കിട്ടാതെ വരുമെന്നുള്ളൊരു എല്ലാവരും പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും വീട്ടിലെ ഭാര്യ മക്കളൊക്കെ കുഴപ്പമൊന്നുമില്ല, സപ്പോർട്ടാണ്. ഇത് മത്സരരംഗത്തോട് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കുഴപ്പമില്ല, അവർ ഭയങ്കര സപ്പോർട്ടിലോട്ട് വന്നു. അവരും ആക്റ്റീവായിട്ട് പ്രചരണത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. അത്യാവശ്യമുണ്ട്. എത്ര വോട്ടർമാരുണ്ട് നമ്മളിവിടെ? ഇവിടെ 1251 വോട്ടർമാരാണ് ഉള്ളത്. അതിൽ ഒരു 950 വോട്ട് പോൾ ചെയ്യും. ചില കുറേ വിദേശത്തുണ്ട്. ആ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. പുതുതലമുറയൊക്കെ വിദേശത്ത് തന്നെയാണ് അല്ലേ? അതെയല്ല, മൊത്തം അതെ. അപ്പോൾ ആ ഒരു വിദേശത്തേക്ക് പോകുന്നതിനെ കുറിച്ചും ആ പുതുതലമുറയ്ക്കുള്ള നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ഇപ്പോഴത്തുള്ള അവരുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണെന്നാണ് ബിജുവേട്ടൻ്റെ ഒരു? പുതുതലമുറയിലുള്ള ആൾക്കാർ ഇപ്പം +2 കഴിയുന്ന പാടെ ഒന്നെങ്കിൽ നഴ്സിംഗ് കഴിഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയുടെ ഫീൽഡിലോട്ട് പോകുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ അവർ വിദേശത്ത് തന്നെ പോകുന്നു. നമ്മുടെ ഇവിടെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ കാർഷിക മേഖലയിൽ നിന്ന് കിട്ടിയിട്ട് ഒരു കാരണവശാലും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. ജീവിതം മുന്നോട്ട് പോയല്ല, പഴയ പോലെ പറ്റുന്നില്ല. അതുകൊണ്ട് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഇലക്ഷൻ വരുമ്പോഴാണ് അവരെ ഓർക്കുന്നത്. കാരണം 1200 1300 വോട്ടുണ്ട്. പക്ഷേ 950 പോൾ ചെയ്യുള്ളൂ. ബാക്കിയുള്ളവരോടെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നാലും വിദേശത്തുള്ളവർ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യും. ഓരോ കാര്യങ്ങൾ നമ്മളെ വിളിച്ച് പറഞ്ഞ് അല്ലേ, അവിടെ നിന്നുള്ള ഒരു വരുമാനം നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. ആക്ഷേപിക്കുന്നത് ശരിയല്ല, ആക്ഷേപിക്കുന്നതല്ല. സാഹചര്യം നമ്മുടെ ഒഴുക്കിനനുസരിച്ച് എല്ലാവരും നീന്തുകയാണ്. ഒഴുക്കിനെതിരെ ഒഴുക്കിനനുസരിച്ച് എല്ലാവരും നീന്തി അവരുടെ ഭാഗം സുരക്ഷിതമാക്കാനുള്ള ഒരു ഭാഗമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. പിന്നെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മുടെ വോട്ടർമാരോട് ബിജുവേട്ടൻ എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വോട്ടർമാരോട് നേരിട്ട് എന്താണ് പറയാനുള്ളത്? ഞാൻ അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിൽ
ാണ് UDF സ്ഥാനാർത്ഥിയാണ്. എൻ്റെ ചിഹ്നം കൈപ്പത്തിയാണ്. എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ എല്ലാവരോടും കൂടെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ സന്നദ്ധമായിട്ടിരിക്കുന്നു. ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി നമ്മൾ ആരെയും വശീകരിക്കുന്നില്ല. ഇല്ലില്ല. ജയിപ്പിച്ചാൽ ഭരണസമിതിയോടൊപ്പം തനതായിട്ടുള്ള രീതിയിൽ കഴിവ് ഉപയോഗിച്ച് ഈ വാർഡിന് വേണ്ടിയിട്ടുള്ളതെല്ലാം ചെയ്യുമെന്നാണ് നമ്മുടെ വിജയേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന വോട്ടർമാർ, ദാസന് വിജയന് രാഷ്ട്രീയമൊന്നുമില്ല, സ്ഥാനാർത്ഥിയോടൊപ്പമാണ്. അയ്യൻകുന്ന് പഞ്ചായത്തിലെ 16-ാം വാർഡിൽ ജനവിധി തേടുന്ന വിജയേട്ടനാണ് നമ്മോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത്. എന്താണ് വിജയേട്ടനോട് പറയാനുള്ളത്? ഞാനിപ്പോൾ എന്താ ദാസ വിജയേട്ടനോട് പറയേണ്ടത്? എല്ലാവിധ ആശംസകൾ നേരല്ലേ? ആശംസകൾ നേരാം. എല്ലാ സ്ഥാനാർത്ഥികൾക്കും നമ്മൾ തന്നെയല്ലേ കൊടുക്കാറ്. എല്ലാ സ്ഥാനാർത്ഥികൾക്കും നമ്മൾ ആശംസകളാണ്. പക്ഷേ ബിജുവിനെ സംബന്ധിച്ചോളം ബിജു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ ജനകീയനാണ്. അധികം വാചാലനല്ലെങ്കിലും ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ സന്നദ്ധനായി ഇറങ്ങിയിരിക്കുന്ന, ജനങ്ങൾക്കൊപ്പമുള്ള ഒരു നല്ല സ്ഥാനാർത്ഥിയാണ്, നല്ലൊരു വ്യക്തിത്വമാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. വാക്കുകളല്ല, പ്രവൃത്തിയാണ് വലുതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് തോന്നുന്നു. അതിനാണ് ഞങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ യാതൊരു ആശങ്കയും വേണ്ട, നല്ല ആരോഗ്യപരമായിട്ടുള്ള നല്ലൊരു ഇലക്ഷൻ നടക്കട്ടെ, നല്ലൊരു റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് ദാസനും വിജയനും ആശംസിക്കുകയാണ്. 1000 ആശംസകൾ അദ്ദേഹത്തിന്റെ ഭാഷയിൽ. അപ്പോൾ ഓക്കെ, ദാസനും വിജയനും നമ്മുടെ സ്ഥാനാർത്ഥിയോടൊപ്പം യാത്രകൾ തുടരുന്നു. ഞങ്ങൾ വീണ്ടും വരും. ഇപ്പോൾ ബിജു ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ, മത്സരത്തിന് ശേഷം, റിസൾട്ടിന് ശേഷം ഞങ്ങൾ വീണ്ടും വരും. വീണ്ടും അതേ ചോദ്യങ്ങൾ ഞങ്ങൾ തിരിച്ച് ബിജുവിനോട് ചോദിക്കും. അപ്പോൾ എല്ലാവിധ ആശംസകൾ.